ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലൂടെ യാത്ര ചെയ്തപ്പോൾ റോഡിന് കുറുകെ ഒരു വലിയൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അഡ്വർടൈസ്മെൻറ്റിൻ്റെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നഷ്ടത്തിലാണെങ്കിൽ ബിസിനസ് ചെയ്യരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വാക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഇതിനൊരു വെറുതെ ഒരു വീഡിയോ ഇടണമെന്ന്. കാരണം ഞാനും ബിസിനസ് എന്നുള്ള ചിന്തയിൽ നടക്കുന്ന വ്യക്തിയാണ്. ആ വാക്കുകളുടെ നെഗറ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ബാക്ക് അടിപ്പിക്കുന്ന ഒരു വാക്കാണത്. അവർ ചിന്തിക്കണ്ടാവും നിർത്തിയേക്കാമെന്ന്. അത് എനിക്കൊരു നന്നായിട്ട് തോന്നിയില്ല. ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിരിക്കുന്നവരുണ്ട്. കുറച്ച് വലിയ പൈസയുണ്ട്, തുടങ്ങിയാൽ വിജയിക്കുമോ അതോ നശിച്ചു പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം പുറകോട്ട് വലിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് എനിക്ക് അത് തോന്നി. ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലാഭം ഉണ്ടാകുന്നത്? നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ നഷ്ടത്തെ നികത്താൻ ശ്രമിക്കുക. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പൈസ ലോസായി പോകുന്ന ഒരുപാട് വഴികളുണ്ട്. എല്ലാവരും ചിന്തിക്കുന്നത് ലാഭത്തെ പറ്റി മാത്രമാണ്. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എനിക്ക് ഇത്ര ലാഭം ഉണ്ടാവും. എങ്ങനെയാണ് ലാഭം ഉണ്ടാകുന്നത്? ഓട്ടോമാറ്റിക്കലി ആ ബിസിനസ്സിൻ്റെ നഷ്ടം വരുന്ന വഴികൾ അടച്ചു മൂടിയാൽ തീർച്ചയായിട്ടും ആ ലാഭം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ പോക്കറ്റിലേക്ക് ഒന്ന് കയറും. നഷ്ടം വരുന്ന വഴികൾ അടച്ചാൽ ചിലർ ബിസിനസ് തുടങ്ങും. അത് നമ്മളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുതൽ മുടക്ക് 100 രൂപയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ അതിൽ നിന്ന് എടുത്തിട്ട് 50 രൂപയുടെ ലോണും കൂടി എടുത്ത് വേണം ബിസിനസ് ചെയ്യാൻ. അപ്പോൾ 50 രൂപ നമ്മുടെ കയ്യിലിരിക്കുകയും ചെയ്യും. ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ് വിജയിപ്പിക്കാൻ വേണ്ടി മാക്സിമം ശ്രമം നടത്തും. കാരണം ലോൺ പലിശ അടക്കം അടഞ്ഞു പോകണം. തീർച്ചയായിട്ടും ആ ബിസിനസ് വിജയിക്കും. ഒരു പ്രോഡക്റ്റിനെ ബേസ് ചെയ്താണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കി ആ പ്രോഡക്റ്റ് നല്ല രീതിയിൽ വിജയിച്ച് പോകുന്നുണ്ട് എങ്കിൽ ആ പ്രോഡക്റ്റ് ഒരു 2 കൊല്ലം കഴിയുമ്പോഴേക്കും, 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ ആ പ്രോഡക്റ്റ് ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും. മാർക്കറ്റിൽ നിന്ന് ഔട്ടാവാതിരിക്കണമെങ്കിൽ ആ പ്രോഡക്റ്റിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. കാണാൻ ഷോയിൽ മാറ്റങ്ങൾ വരുത്താം, അങ്ങനെ പല രീതിയിലും. കാരണം ജനങ്ങൾ പുതുമ തേടി ഓരോ നിമിഷങ്ങളും ഓരോ മാർക്കറ്റിലും, ഓരോ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോഴും ആൾക്കാർ പുതിയത് എന്താണ് എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പുതിയതിനകത്ത് മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ആ പ്രോഡക്റ്റ് തന്നെ വീണ്ടും റീയൂസ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത് ക്വാളിറ്റി മസ്റ്റാണ്. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാത്ത ഏത് പ്രോഡക്റ്റ് ഇറക്കിയാലും ജനങ്ങൾ സ്വീകരിച്ചിരിക്കും. ആ കാര്യത്തിൽ യാതൊരു മാറ്റമില്ല. ക്വാളിറ്റി കളഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഇറക്കുക. അപ്പോൾ ഞാൻ പറയുന്നത്, ലാഭത്തെ
ഉണ്ടാക്കുന്നതിന് മുൻപ്, ലാഭത്തെപ്പറ്റി ചിന്തിക്കുന്നതിന് മുൻപ് നഷ്ടം വരുന്ന വഴികൾ അടച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുമോ, ബിസിനസ് ചെയ്യൂ. ഓട്ടോമാറ്റിക്കലി ലാഭം എന്ന് പറയുന്നത് എമൗണ്ട് നിങ്ങളുടെ പോക്കറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്ന് കയറും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.